നമസ്കാരം. സ്വാമി ശരണം. അത് പറയാൻ കാരണമുണ്ട്. വർഷമേറെയായി ശബരിമലയിലെ അയ്യപ്പൻ്റെ ദേവസ്വം സ്വത്ത് സ്വർണ്ണമടക്കം അടിച്ചുകൊണ്ടുപോയിട്ട്, സ്വർണം ചെമ്പാണെന്ന് പറഞ്ഞ് പുറത്ത് കൊണ്ടുപോയിട്ട് അത് മരമായി തിരിച്ചു വരുന്ന ഭഗവാന്റെ ഗതികേട്. ആരൊക്കെയാണ് ഇതിന് പിന്നിലെന്ന് സാക്ഷാൽ ശബരിമല ശ്രീ അയ്യപ്പന് നാവുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം പറഞ്ഞു തന്നില്ല. പക്ഷേ അദ്ദേഹം പറഞ്ഞില്ലെന്ന് മാത്രമേ ഉള്ളൂ. കാലാകാലങ്ങളായി അയ്യപ്പൻ്റെ കാണിക്കയിലും ഖജനാവിലും ഭണ്ഡാരത്തിലുമൊക്കെ കൈയിട്ട് വാരിയവരൊക്കെ ഇന്നും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ദേവസ്വം ബോർഡ് ജീവനക്കാരായാലും ദേവസ്വം ബോർഡിലെത്ത ഉന്നത ഉദ്യോഗസ്ഥരായാലും ബോർഡ് പ്രസിഡൻ്റടക്കം അംഗങ്ങളായാലും ദേവസ്വം ഭരിച്ചിരുന്ന സർക്കാർ വകുപ്പുകളായാലും ആരൊക്കെ ഭഗവാന്റെ കാശ് കൈയിട്ട് വാരിയിട്ടുണ്ടോ അവരൊക്കെ ഇന്നും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇ ഡി 2-3 പേരുടെ പിറകെ ഓടി കിടക്കുന്നത് അറിയാമല്ലോ അല്ലേ? അതുതന്നെയാണ്. പിന്നെ ശബരിമല അയ്യപ്പൻ്റെ സ്വർണ്ണക്കള്ള കേസ് അത് നടന്നിട്ട് എത്ര കാലമായി എന്ന് ആർക്കും അറിയില്ല. ഇടതുപക്ഷത്തിൻ്റെ കുറ്റം ചാരുമ്പോൾ ഇടതുപക്ഷം, അതിനു മുമ്പുള്ള വലതുപക്ഷ സർക്കാരിനെയും വലതുപക്ഷത്തിൻ്റെ അവർ വച്ച ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെയും ഭരണസമിതിയും ഒക്കെ കുറ്റം പറയും. ഒടുവിൽ അവർ തങ്ങളുടെ സ്വർണ്ണക്കൊടിമടക്കം അന്ന് സ്വർണം പൂശിയതിൽ യാതൊരു അഴിമതി നടന്നിട്ടില്ലെന്ന് തെളിച്ചു കൊണ്ടുവരുമ്പോൾ ഇവിടെ ചാണ്ടി അയയുമ്പോൾ തൊമ്മൻ മുറുകും, അല്ലെങ്കിൽ തൊമ്മൻ അയയുമ്പോൾ ചാണ്ടി മുറുകും. ഇതാണ് അവസ്ഥ. അതൊക്കെ അവിടെ നിൽക്കട്ടെ. കാരണം ഇപ്പോൾ ശബരിമല കേസിലെ ഏറ്റവും വലിയ CPM-ലെ രാഷ്ട്രീയ പ്രതി പത്മകുമാറാണ്. പത്മകുമാർ പത്തനംതിട്ട ജില്ലയിലെ മുൻ ജില്ലാ സെക്രട്ടറി ആയിരുന്ന മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അനിശ്ചിതനായ പത്മകുമാർ. ഇപ്പോൾ അദ്ദേഹം സസ്പെൻഷനിലാണ്, പേരിന് വേണ്ടി സസ്പെൻഷൻ. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ദേവസ്വം വക സ്വത്ത് കൊള്ളയടിച്ചാൽ കേരളത്തിലെ അവസ്ഥ ഇതാണ്. കേരളത്തിൽ ജനം കണ്ണീർ വാർക്കുന്നത് ഇങ്ങനെയാണ്. ഇനി നമുക്ക് UP-യിലേക്ക് പോകാം. ഉത്തർപ്രദേശ്. യോഗി ആദിത്യനാഥിൻ്റെ ഉത്തർപ്രദേശ്. ന്യൂനപക്ഷങ്ങൾക്കൊരു മനസമാധാനം നൽകാത്ത മുഖ്യമന്ത്രിയാണ് യോഗി ആദിത്യനാഥ് എന്നും അതുകൊണ്ട് തന്നെ യോഗി ആദിത്യനാഥ് മുഖ്യമന്ത്രി ആയപ്പോൾ തനിക്ക് ജനാധിപത്യത്തിലുള്ള വിശ്വാസമൊക്കെ നഷ്ടപ്പെടുന്നതൊക്കെ മുറവിളിച്ച ചില മാധ്യമപ്രവർത്തകരും സാംസ്കാരിക പ്രവർത്തകരും രാഷ്ട്രീയ പ്രവർത്തകരും അടക്കം കേരളത്തിൽ നിരവധിയുണ്ട്. യോഗി ആദിത്യനാഥ് ആരാണെന്നറിയാത്ത കൂപമണ്ടൂകങ്ങൾ, അങ്ങനെ പറയാൻ പറ്റുള്ളൂ. പറഞ്ഞു വന്നത്, ശബരിമല സ്വർണ്ണക്കൊള്ള പോലത്തെ സമാനമായൊരു സംഭവം മറ്റെവിടെയെങ്കിലും നടന്നെങ്കിലോ? അതെ, കഴിഞ്ഞ ദിവസം BJP-യുടെ മുൻ MP, UP-യിലെ BJP-യുടെ മുതിർന്ന നേതാവ് വിനയ് കത്തിയാർ അദ്ദേഹം ഒരു വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്ത് പറയുന്നു, അയോധ്യ രാമക്ഷേത്രത്തിൻ്റെ നടത്തിപ്പിൽ ചില കടുത്ത അപാകതകൾ, അഴിമതികൾ കടന്നുകൂടിയിട്ടുണ്ട്. ക്ഷേത്രത്തിലേക്ക് വന്ന പൊതുജനങ്ങളുടെ കാണിക്ക പണം അത് നഷ്ടപ്പെട്ടിരിക്കുന്നു. അത് ചിലർ വകമാറ്റി എടുത്തിരിക്കുന്നു. അത് നല്ലൊരു തുക വരും. എത്രയെന്ന് അദ്ദേഹം പറയുന്നില്ല, പക്ഷേ കോടിക്കണക്കിന് രൂപ വരും എന്നാണ് പറയുന്നത്. അയോധ്യയിലേക്ക് വന്ന പണം ആരും അറിയാതെ അടിച്ചു മാറ്റിയെന്ന് വ്യക്തം. ശബരിമലയിൽ സ്വർണ്ണമാണ് അടിച്ചു മാറ്റിയതെങ്കിൽ അയോധ്യയിൽ ഇതാ കാണിക്കപ്പണം. സ്വാഭാവികമായിട്ടും സ്ഥലത്തെ പോലീസ്, അയോധ്യ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെ പോലീസ് ഒരു FIR ഇടും, കേസ് അന്വേഷിക്കും. അവിടുത്തെ SHO ക്ഷേത്രത്തിൽ വന്ന് തെളിവെടുക്കും, ഉദ്യോഗസ്ഥരെ വിളിച്ച് ചോദ്യം ചെയ്യും. അല്ലെങ്കിൽ അവിടുത്തെ ദേവസ്വം പോലീസ്, അയോധ്യയിലെ UP-യിലെ ദേവസ്വം വക വിജിലൻസ് അവർ അന്വേഷിക്കും. അല്ലേ? അങ്ങനെയല്ലേ നമ്മളൊക്കെ കരുതുന്നത്? അല്ല, ഇത് UP BJP ആണ്. UP BJP-യിലെ അനിശ്ചിതനായ മറ്റൊരു നേതാവാണ് വിനയ് കത്തിയാർ. അദ്ദേഹം ആ വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തതിൻ്റെ സങ്കടങ്ങൾ പറഞ്ഞ ഉടൻ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഒരു തീരുമാനമെടുത്തു. എന്താണ്? ഇതേപ്പറ്റി അന്വേഷിക്കാൻ ഒരു SIT-യെ നിയമിച്ചു, പ്രത്യേക അന്വേഷണ സംഘത്തെ. വെറും ഡൂക്കലി DYSP-യോ അസിസ്റ്റന്റ് കമ്മീഷണറോ ഒന്നുമല്ല ആ അന്വേഷണ ടീമിലുള്ളത്. UP-യിലെ തന്നെ ഏറ്റവും പ്രമുഖനായ ഒരു IG, ലക്നൌവിലെ സിറ്റി പോലീസ് കമ്മീഷണർ, പിന്നെ ലക്നൌവിലെ IAS-കാരനായ ഒരു ധനകാര്യ വകുപ്പ് സെക്രട്ടറി, UP-യിലെ മുതിർന്ന ധനകാര്യ വകുപ്പ് സെക്രട്ടറി. ഈ 3 പേരടങ്ങുന്ന സമിതിയോടാണ് എത്രയും വേഗം ക്ഷേത്രത്തിലെ ആ തട്ടിപ്പ് നടന്നുവെന്ന് യോഗിക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി നേരിട്ടിടപെട്ടത്. എന്നിട്ട് എന്താണ് പറഞ്ഞത്? ഒരാഴ്ച 7 ദിവസത്തിനകം പ്രാഥമിക റിപ്പോർട്ട് തനിക്ക് നേരിട്ട് കൈമാറിയിരിക്കണം. അഴിമതി നടന്നോ? ശ്രീരാമചന്ദ്രൻ്റെ പണം വെട്ടിച്ചോ?
ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ പേരിൽ വന്ന ആ തുക അത് ആരെങ്കിലും അധികൃതരുടെ അശ്രദ്ധ കൊണ്ട് അടിച്ചു മാറ്റിയോ? ആരൊക്കെയാണ് പ്രതികൾ? 7 ദിവസത്തിനകം പ്രാഥമിക റിപ്പോർട്ട് തനിക്ക് ലഭിച്ചിരിക്കണം. പിന്നെ 2 ആഴ്ച, പിന്നെ 1 ദിവസം കൂടി, കൃത്യം 15 ദിവസത്തിനകം അന്വേഷണം പൂർത്തിയാക്കിയിരിക്കണം. അതായത് 15 ദിവസത്തിനകം പ്രതി ആരാണെന്ന കുറ്റപത്രം തനിക്ക് ലഭിച്ചിരിക്കണം. ഈ കുറ്റപത്രം തയ്യാറാക്കാൻ പോലീസ് വകുപ്പിലെ IGയെയും ലക്നൗ പോലീസ് കമ്മീഷണറെയും സഹായിക്കുന്നതിനാണ് ധനകാര്യ സെക്രട്ടറി തന്നെ ആ ടീമിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മറ്റാരും ഇടപെടുകയേ വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കൃത്യം 15 ദിവസം കൊണ്ട് കല്ലും നെല്ലും പതിരും തിരിയുകയാണ് അയോധ്യ വിഷയത്തിൽ. ദുഃഖകരമായ വസ്തുതയാണ് അയോധ്യയിൽ ഇങ്ങനെ സംഭവം നടന്നതിൽ. പക്ഷേ മനുഷ്യൻ കൈകാര്യം ചെയ്യുന്നതാണ് പണം. അപ്പോൾ അവിടെ എവിടെയായാലും, ദേവലോകത്തായാലും, അവിടെ ദേവലോകത്ത് പോലും അവിടെ ഒരു മനുഷ്യനെ നമ്മുടെ ഒരു അക്കൗണ്ടന്റിനെ നിയമിച്ചാൽ അവിടെയും ചിലപ്പോൾ തിരിമറി നടക്കാതെയും ഇരിക്കാം. എന്തായാലും വളരെ ചടുലമായ നീക്കത്തിലൂടെയാണ് യോഗി ആദിത്യനാഥ് ഈ നീക്കം നടത്തിയിരിക്കുന്നത്, ഈ തീരുമാനമെടുത്തിരിക്കുന്നത്. ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ പണം കട്ടുമുടിച്ചതാരായാലും ശ്രീരാമചന്ദ്രദാസനായ യോഗി ആദിത്യനാഥ് കണ്ടുപിടിച്ചിരിക്കും. അതിന് നൽകിയിരിക്കുന്ന SITക്ക് നൽകിയിരുന്ന സമയപരിധി വെറും 15 ദിവസം. അതിനകം കുറ്റപത്രം റെഡിയായിരിക്കണം. ശേഷം നടപടി പിന്നീട് എന്ന വ്യക്തമായ സന്ദേശമാണ് UPയിലെ എല്ലാ ക്ഷേത്ര ഭരണസമിതികൾക്കും. ഇതൊരു മുന്നറിയിപ്പാണ്, ശക്തമായ താക്കീതാണ്, ശക്തമായൊരു നിലപാടാണ് യോഗി ആദിത്യനാഥ് എന്ന മുഖ്യമന്ത്രിയുടേത്. അങ്ങനെ UP സംശുദ്ധമായൊരു തീരുമാനത്തിൻ്റെ പിന്നാലെ ഇതാ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിലേക്ക് വരാം. പത്മകുമാർ, അദ്ദേഹത്തിൻ്റെ സസ്പെൻഷനാണല്ലോ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത്. ഏറെക്കാലത്തിന് ശേഷം 90 ദിവസം സ്വർണ്ണക്കടത്ത് കേസിൽ 90 ദിവസം റിമാൻഡിലായതിനു ശേഷം പുറത്തിറങ്ങിയ ആ CPMൻ്റെ അനിശ്ചിതനായ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറിയെ, മുതിർന്ന CPMൻ്റെ നേതാവിനെ ഇതാ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. പേരിന് വേണ്ടി മാത്രമാണ്. അദ്ദേഹം കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ബാക്കി നടപടി എന്നാണ് ഇപ്പോൾ തീരുമാനം. അതെന്താണ് സസ്പെൻഷനിൽ മാത്രം അത് ഒതുങ്ങാൻ കാരണം? അതിൻ്റെ വ്യക്തമായ കാരണമുണ്ട്. തനിക്കെതിരായ ജില്ലാ കമ്മിറ്റി നടപടി സംസ്ഥാന സമിതി അംഗീകരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം ഒരു വാർത്താ സമ്മേളനം വിളിച്ചിരുന്നു. എന്നിട്ട് അതിൽ പറഞ്ഞു, താനൊരു ആത്മകഥ എഴുതാൻ പോവുകയാണ്. ആത്മകഥ എഴുതുമ്പോൾ അതിലെല്ലാം ഉണ്ടാകാം, ഉണ്ടാകാതിരിക്കാം. പക്ഷേ സത്യം മാത്രമേ താൻ എഴുതുകയുള്ളൂ. അദ്ദേഹം ഇടയ്ക്ക് സൂചിപ്പിച്ചിരുന്നു, ശബരിമല മേൽശാന്തി നിയമനത്തിനായി നറുക്കിടാൻ വേണ്ടി ലിസ്റ്റ് തയ്യാറാക്കിയപ്പോൾ അന്നത്തെ ദേവസ്വം മന്ത്രി തന്നോടൊരു പേര് പറഞ്ഞു, ഇദ്ദേഹമായിരിക്കണം അടുത്ത ശബരിമല മേൽശാന്തി എന്ന്. ആ വർഷത്തെ മേൽശാന്തിയായിട്ട് ഈ ദേവസ്വം മന്ത്രി പറഞ്ഞ ആ വ്യക്തി തന്നെ നിയമിച്ചത്രേ. അന്നത്തെ ദേവസ്വം മന്ത്രി ഇന്ന് MLA പോലുമല്ല. അദ്ദേഹം ഇപ്പോഴും SITയുടെ 2-3 തവണത്തെ ചോദ്യം ചെയ്തതിനു ശേഷം പ്രതിയൊന്നുമല്ലാതെ പുറത്തു നിൽക്കുകയാണ്. പിന്നെ ശബരിമലയിൽ നിന്നും കൊണ്ടുപോയ സ്വർണ്ണപ്പള്ളി ചെമ്പാണെന്ന് മിനിറ്റ്സിൽ എഴുതി ചേർത്തത് പത്മകുമാറാണ്. പക്ഷെ അത് താനല്ലെന്നാണ് പത്മകുമാർ ഇപ്പോൾ പറയുന്നത്. താനല്ല എഴുതി ചേർത്തത്, തനിക്ക് വേണ്ടി മറ്റാരോ തൻ്റെ പേരിൽ എഴുതി ചേർക്കുകയായിരുന്നു. അടുത്തത്, ശബരിമലയിൽ ഒരു ബിന്ദുവും കനകദുർഗയും, ബിന്ദു അമ്മണിയും കനകദുർഗയും ശബരിമലയിൽ സ്ത്രീ പ്രവേശനം നടത്തി അതിൻ്റെ ഇരകളായി. അന്നത്തെ ഇടത് സർക്കാരിൻ്റെ ഇരകൾ എന്ന് തന്നെ അവരെ പറയണം. അവർ ശബരിമലയിലേക്ക് എത്തുന്ന ദിവസം അടിയന്തരമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ കാണാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി ഓഫീസിൽ നിന്ന് ഫോൺ കോൾ വരുന്നു. പത്മകുമാർ, അന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, തലസ്ഥാനത്ത് സെക്രട്ടറിയിലേക്ക് എത്തുന്നു. നേരെ പിണറായി വിജയനെ കാണുന്നു. എന്തിനാ വിളിച്ചത്? പിണറായി പറയുന്നു, ഞാൻ വിളിച്ചില്ലല്ലോ. പത്മകുമാർ വീണ്ടും ചോദിക്കുന്നു, അല്ല APS പറഞ്ഞു അങ്ങ് വിളിച്ചു വരുത്തിയെന്ന്. അത് APSനോട് ചോദിക്കൂ എന്ന് പിണറായി വിജയൻ. അങ്ങനെ നേരെ APSനോട് ചോദിച്ചു. എന്നെ മുഖ്യമന്ത്രി വിളിച്ചതായി പറഞ്ഞിരുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ APS പറഞ്ഞു, അങ്ങനെയാണോ അദ്ദേഹം പറഞ്ഞത്? അങ്ങനെയല്ലല്ലോ എന്ന് പറഞ്ഞു. പക്ഷേ നിമിഷങ്ങൾ കൊണ്ട് അദ്ദേഹം ഭയചകിതനായി, അസ്വസ്ഥനായി. എന്നിട്ട് പത്മകുമാറിനോട് പറഞ്ഞു, തൽക്കാലം ഇത് അദ്ദേഹത്തോട് പറയണ്ട, അദ്ദേഹം പറഞ്ഞിട്ട് തന്നെയാണ് വിളിപ്പിച്ചത്, എന്തോ കാര്യം പറയാനുണ്ടായിരുന്നു, പാർട്ടിയല്ലേ, തീരുമാനങ്ങളിൽ നയപരമായ മാറ്റം വരാം,
പാർട്ടി തീരുമാനങ്ങൾ അദ്ദേഹത്തിന് പെട്ടെന്ന് മാറ്റാമല്ലോ പിണറായി സഖാവിന്. അതുകൊണ്ട് പിണറായി സഖാവ് എന്ത് കാര്യമാണോ പത്മകുമാറിനെ തിരുവനന്തപുരത്തേക്ക് വിളിച്ചു വരുത്തി പറയാൻ ആഗ്രഹിച്ചത് അതിലെന്തെങ്കിലും ഒരു മാറ്റം വന്ന് കാണും, പറയേണ്ട തീരുമാനിച്ചു കാണും, അല്ലെങ്കിൽ ആ പറയേണ്ട അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം നടത്തണ്ട, അത് വേണ്ട, അതിൻ്റെ ആവശ്യമില്ല എന്ന് തീരുമാനിച്ചു കാണും. അതുകൊണ്ട് സമാധാനമായിരിക്കും. എന്നിട്ട് അദ്ദേഹം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആസ്ഥാനത്തേക്ക് വന്നു. ടി വി വെച്ച് നോക്കിയപ്പോഴാണ് ശബരിമലയിൽ 2 യുവതികൾ, 2 സ്ത്രീകൾ ഭക്തരുടെ വിശ്വാസം ലംഘിച്ചുകൊണ്ട്, ക്ഷേത്രതന്ത്രിയുടെ നിർദ്ദേശങ്ങൾ ലംഘിച്ചുകൊണ്ട്, ക്ഷേത്രത്തിൻ്റെ ആചാരങ്ങൾ ലംഘിച്ചുകൊണ്ട് ദർശനത്തിനെത്തി മടങ്ങിയിരിക്കുന്നത്. എന്തായിരുന്നു ഇതിന് പിന്നിലെ ചേതോവികാരം? ആരാണ് തന്നെ അവിടെ നിന്നും മാറ്റി നിർത്തിയത്? സന്നിധാനത്ത് നിന്ന് തന്നെ മാറ്റി നിർത്തിയവരാണ്? ഇതൊക്കെ തന്നെ വ്യക്തമായി വിളിച്ചു പറയുമെന്നാണ് അന്ന് എ പത്മകുമാർ പറഞ്ഞത്. എന്തായാലും തൻ്റെ ആത്മകഥയിൽ പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പി ജയരാജൻ എഴുതിയതുപോലെ ഒരു ആത്മകഥ, പക്ഷേ അതിലുള്ളത് മൊത്തം ഗ്യാസ് ആണെങ്കിൽ ഇതിലുള്ളത് മൊത്തം ശബരിമല സ്വാമി ശ്രീ അയ്യപ്പനും കുറേ സത്യങ്ങളുമാണെന്ന് പത്മകുമാർ തുറന്നടിച്ചു. ഇതോടെയാണ് സഖാവ് പിണറായി വിജയനോട് ചോദിച്ചപ്പോൾ പിണറായി പറഞ്ഞത്, ആണോ പത്മകുമാർ അങ്ങനെ ഒരു ആത്മകഥ എഴുതുന്നുണ്ടോ, എഴുതട്ടെ എന്ന് ചോദിച്ചു. പക്ഷേ ഭയചകിതനായി. അങ്ങനെയാണ് ശ്രീ പിണറായി വിജയൻ നേരിട്ട് അന്ന് പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കേണ്ടിയിരുന്ന തോമസ് ഐസക്കിനോടും സജി ചെറിയനോടും പറഞ്ഞത്, പുറത്താക്കണ്ട, പുറത്താക്കിയാൽ പത്മകുമാർ വല്ലതുമൊക്കെ വിളിച്ച് പറയും, പിന്നെയും തങ്ങൾക്കത് നാണക്കേടാവും, പ്രതിപക്ഷത്തിന് നാണക്കേടാവും. സർക്കാരിന് ഇതുവരെ അന്നത്തെ 10 വർഷത്തെ LDF സർക്കാരിന് നാണക്കേടുണ്ടാക്കാത്തതൊക്കെ ഇപ്പോൾ പ്രതിപക്ഷത്തിന് നാണക്കേടായി മാറുമെന്ന് വ്യക്തമായി പിണറായി വിജയൻ പറഞ്ഞതനുസരിച്ചാണ് ആ പുറത്താക്കൽ തീരുമാനം വെറും സസ്പെൻഷനിലേക്ക് ഒതുക്കിയത്. എന്തായാലും കേരളത്തിലെ വിഷയം ഇവിടെ പറയാൻ കാരണം, UP-യിൽ യോഗി ആദിത്യനാഥ്, ഇവിടെ ഇപ്പോൾ മുഖ്യമന്ത്രി വി ഡി സതീശനാണ്, പക്ഷേ ചാഞ്ചാടുകയാണ് അദ്ദേഹം. ചാഞ്ചാടുകയും ചെരിഞ്ഞാടുകയും ചെയ്യുകയാണ്. നമുക്കൊരു ആഭ്യന്തര ബന്ധമുണ്ട്, രമേശ് ചെന്നിത്തല. അദ്ദേഹവും ആരുടെ കൽപ്പനകൾക്കനുസരിച്ചാണ് മുന്നോട്ട് പോകുന്നതെന്ന് ഒരു വ്യക്തതയുമില്ല. ഓപ്പറേഷൻ തൂഫാനുണ്ട്, അത് ശരിയാണ്, കേന്ദ്ര സർക്കാർ അംഗീകരിച്ചു എന്ന് പറയുന്നു, കേന്ദ്ര സർക്കാരിൻ്റെ കുറേ പ്രശംസകൾ ലഭിച്ചു എന്ന് പറയുന്നു, അതൊക്കെ ശരിയാണ്. പക്ഷേ ശബരിമല സ്വർണ്ണക്കള്ള കേസിൽ എന്ത് ചെയ്തു? അയോധ്യ രാമജന്മ ക്ഷേത്രത്തിലൊരു കളവ് നടന്നെന്ന് ഒരു ആരോപണം ഉയർന്നപ്പോൾ തന്നെ 15 ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിച്ച UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഇവിടെ പിണറായി സർക്കാരിൻ്റെ കാലത്ത് നടന്ന ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതി ആരാന്ന് പോലും ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരല്ലാതെ മറ്റാരും പ്രതിപ്പട്ടികയിലില്ല, പത്മകുമാറുമല്ലാതെ. അപ്പോൾ ഈ പ്രതികൾ ആരൊക്കെയാണെന്ന് ഒരു തിട്ടൂരവും ഇല്ലാതിരുന്ന, പക്ഷേ അന്ന് പ്രതിപക്ഷത്തിരുന്നപ്പോൾ വലിയ വായിൽ കടകംപള്ളി അടക്കം പിണറായി വിജയൻ അടക്കം MA ബേബിയുടെ പേര് വരെ വിളിച്ചു പറഞ്ഞ കോൺഗ്രസ് നേതാക്കളുണ്ട്. അതിൽ ചിലർക്ക് ഇന്ന് മന്ത്രിമാരാണ്, സംസ്ഥാന മന്ത്രിസഭയിലെ മന്ത്രിമാരാണ്. MA ബേബിക്ക് എന്നതിൽ പങ്കില്ലായിരിക്കാം, പക്ഷേ ഈ വിളിച്ചു പറഞ്ഞവർക്കൊക്കെ അത് ശരിയാണോ തെറ്റാണോ തെളിയിക്കാനുള്ളൊരു ഔചിത്യബോധവും ധാർമ്മികതയും ഉത്തരവാദിത്വവും ഒക്കെയുണ്ട്. എന്തുകൊണ്ട് 1 മാസം കഴിഞ്ഞിട്ടും സതീശൻ സർക്കാർ, ചെന്നിത്തല സർക്കാർ അതിലേക്ക് കടക്കുന്നില്ല? SIT ഇപ്പോഴും സ്വർണ്ണപ്പാളികൾ ഇളക്കി പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴിതാ വാർത്തകൾ പുറത്തു വരുന്നത് ശബരിമല ശ്രീകോവിലിലെ ഒരു ഭാഗത്തെ സ്വർണത്തിന് മാറ്റു കുറഞ്ഞു എന്ന്. എന്താ കാരണം? മണ്ഡലകാലത്ത് വന്ന അയ്യപ്പന്മാർ അവിടെ നെയ്യ് ഉരുക്കി മുകളിലേക്ക് ഒഴിച്ചത്രേ. ശരിയായിരിക്കാം, അന്നത് വൃത്തിയാക്കിയിരുന്നെങ്കിൽ അത് ശരിയാകില്ലായിരുന്നോ? നെയ്യ് വീണാൽ കറുത്തു പോകുന്നതാണോ തനി തങ്കം 916 സ്വർണം? അപ്പോൾ ശബരിമലയിലെ ആ ശ്രീകോവിലിൻ്റെ പാളിയും ഇളക്കി പരിശോധിക്കണം. അതും ഇനി ഇളക്കി കൊണ്ടുപോയിട്ട് എൻ്റെ സ്വർണം ഇളക്കി മാറ്റി സ്വർണ്ണ തകിട് പൂശിയോ എന്ന്, സ്വർണ്ണ പെയിൻ്റ് അടിച്ചോ എന്ന് പരിശോധിക്കണം. അല്ലെങ്കിൽ എങ്ങനെ ഒരു വളരെ പരിശുദ്ധിയുള്ള നെയ്യ് വീഴുമ്പോൾ എങ്ങനെയാണ് സ്വർണത്തിൻ്റെ മാറ്റു കുറയുന്നത്? അങ്ങനെ ശ്രീകോവിലിൻ്റെ 2 ഭാഗത്ത് മാറ്റു കുറഞ്ഞതാണ് ഇപ്പോഴത്തെ റിപ്പോർട്ട്. അത് വൃത്തിയാക്കാൻ അതിൻ്റെ അറ്റകുറ്റപ്പണി ചെയ്യാൻ ഹൈക്കോടതിയുടെ അനുവാദം ചോദിച്ചിരിക്കുകയാണ് ദേവസ്വം ബോർഡ്. കാത്തിരുന്ന് കാണാം എന്താണ് ആ ശ്രീകോവിലിലെ സ്വർണ്ണപ്പാളിക്ക് സംഭവിച്ചതെന്ന്. എന്തായാലും എത്രയും വേഗം UP-യിലെ യോഗി ആദിത്യനാഥ് സർക്കാർ അയോധ്യ രാമജന്മക്ഷേത്രത്തിലെ ആ കളവെന്ന ആരോപണത്തിന്മേൽ, വിനയക്കത്തിയുടെ ആരോപണത്തിന്മേൽ എത്രയും പെട്ടെന്നൊരു തീരുമാനത്തിലും ഒരു കണ്ടെത്തലിലേക്കും എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു.